ജോബി നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം മുളകിട്ടല്ലേ? മുളകിട്ട് അങ്ങോട്ട് തുടങ്ങാം. മുളകിട്ട മീൻ കറി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തവ എടുത്ത് വെച്ച് ആദ്യം തന്നെ നമ്മളിതൊന്ന് കത്തിക്കണം. അപ്പോൾ നമ്മൾ കടായിയുടെ വെള്ളമൊന്ന് പറ്റട്ടെ. കടായി വെച്ചു. ജോബി എത്ര നാളായി ഇതിന്? ഇപ്പോൾ 10 വർഷം മേളിലായി. അപ്പോൾ ജോബി ചേട്ടനാണല്ലേ? സോറി ജോബി ചേട്ടൻ. ജോബി ചേട്ടൻ എവിടെ സ്ഥലം? എൻ്റെ പേര് അടിമാലി, ഇടുക്കിയാണ്. അടിമാലി. കുറച്ച് വെളിച്ചെണ്ണയാണ്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലൊക്കെ ഒരു 2 പീസ് ഉലുവ പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉലുവ. അപ്പോൾ എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? ഉള്ളി ഇട്ടു. ഉള്ളിലല്ല സ്പെഷ്യൽ ചെയ്തേക്കുന്നത് മെയിനായിട്ട് ചൈനീസും സൗത്ത് ഇന്ത്യനുമാണ്. സൗത്ത് ഇന്ത്യൻ. ഓക്കെ. നാടൻ ഫുഡ് മെയിനായിട്ട് ഇവിടെ എല്ലാം പോകുന്നുള്ളതുകൊണ്ട് എല്ലാം ആദ്യം തന്നെ നമ്മൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് വഴറ്റാണ്. എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇപ്പുറത്ത് തന്നെ നിൽക്കാം. അല്ലെങ്കിൽ ഒന്നും എടുത്ത് മര്യാദയ്ക്ക് ഇടാൻ പറ്റത്തില്ല. ഞങ്ങളക്കണം ബാക്കി എന്താ വെച്ചാൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റുന്ന ശരിക്കും വരണ്ട് വരണം. കുറച്ച് വഴണ്ട് വരണം. അന്നേരമാണ് വരണ്ടട്ടെ. പുകയും അതിനിടയ്ക്ക് പുകയും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളകണം അല്ലേ? പുകയും അല്ലേ? അതായത് എൻ്റെ അടുത്ത് പണി മര്യാദയ്ക്ക് ചെയ്യാനാണ് ആ പറഞ്ഞത്. ചെയ്തോളൂ. കരിഞ്ഞു തുടങ്ങി. റിസ്ക് എടുക്കണ്ട. അതൊക്കെ തക്കാളിയും കിട്ടി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. എല്ലാ സൈഡിൽ നിന്ന് ഓരോന്ന് ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിക്കൻ വറക്കുന്നുണ്ട്. ഇതിൻ്റെ മണവും കിട്ടി, മോത്തം കിട്ടി. ആ ഒരു മെഴുക്ക് വരട്ടി മണം. തക്കാളിയിലാണ് മെയിനായിട്ട് മുളക് ഇട്ടതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. ഉള്ളി കുറച്ച് മതി. തക്കാളിയാണ് ഇത്തിരി അധികം വേണ്ടത്. നന്നായിട്ട് തക്കാളി ഉടയും. ഒരു കട്ട തിക്ക് ഗ്രേവി ആയിരിക്കും. അപ്പോൾ ശരിക്കും ഏകദേശം ലൂസി ഗ്രേവി ആയിരിക്കും. കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അരച്ചതല്ല. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് അത് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിനെ പിടിക്കുന്നത്? ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. 2-3 പീസ് നടുവേ കയറിയ പച്ചമുളക് എന്താ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ ചൂടിൽ കിടന്ന് അഴുകി വേണം. മീൻസ് ഉടഞ്ഞ് നന്നായിട്ട് വരും. നമ്മൾ പെട്ടെന്ന് ഇത് വാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് വഴകില്ല. നമ്മൾ ഇത്തിരി സമയം എടുത്ത് ചെയ്യേണ്ട ഒരു ഡിഷാണ്. നല്ല സിമ്പിളിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് തീയിട്ട് കഴിഞ്ഞാൽ ഉള്ളി അങ്ങോട്ട് കരിഞ്ഞു പോകുന്നല്ലാതെ വരണ്ട് കിട്ടത്തില്ല. ഇവിടെ വന്നിട്ട് 2 മാസം മേളിലായുള്ളൂ. 2 മാസം നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്നുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും 3 മസാല മതി. കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകിട്ടായതിന് ഇത്തിരി എരിവുണ്ടാവും. മുന്നിൽ നിൽക്കുന്നത് മുളക് പൊടിയായിരിക്കും. അപ്പോൾ കുറച്ചധികം മുളക് പൊടി, കുറച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് കുറയ്ക്കുക. ഇപ്പം തന്നെ ആ ഒരു ഫ്ലേവർ ശരിക്കും മാറി. നോക്കുന്നത് കിട്ടുന്നു. ഇപ്പം നല്ല മുളക് കറിയായി, മുളക് ചാറായില്ല ശരിക്കും. നന്നായിട്ട് അങ്ങ് ഇളക്കുന്ന കൂട്ടത്തിൽ ചെറിയ പീസ് പുളി അല്ലേ? 1-2 കഷ്ണം പുളി അങ്ങിട്ടേക്കാം. നല്ല പുളി കിട്ടും. വെള്ളത്തിലിട്ടതാണ്. വെള്ളത്തിലിട്ട് പുളി അങ്ങോട്ട് ഇട്ടു. ഒരു 2 മിനിറ്റ് തിളച്ച് ചെറിയൊരു തലവൻ അന്നേരം ആ പുളി ഒന്ന് പിടിച്ച് തന്നെ ആ ഗ്രേവിയിൽ ശരിക്കും ആ പുളി കിടന്ന് പിടിക്കണം. നമ്മൾ ഉപ്പിട്ടില്ല. ഉപ്പിടണമെങ്കിൽ ഉപ്പിടുമ്പോൾ സ്പൂണ് കൈ കൊണ്ട് തന്നെ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഇത് മനസ്സിലാവത്തില്ല. കണക്കിലെ ഉപ്പ് അങ്ങിട്ടു. ഒരു തിളച്ച് വന്നിട്ടുണ്ട്. ഇത്തിരി കട്ട ഗ്രേവിയായി. ഇത്തിരി കൂടെ ലൂസ് ആക്കണം. മീനിട്ട് കഴിയുമ്പോൾ ഇത്തിരി ടൈറ്റായി ചൂടിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ മീനിട്ടിട്ട് നമ്മളൊന്നുകൂടി ഇത്തിരി കൂടെ ലൂസ് ആക്കണം. എന്നാലാണ് മുളക് ചാറ് പോലെ. നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഇച്ചിരി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവും. മീൻ അതിനകത്തൊരു ഇതാണ് മസാല മുളക് തിരുമി വെച്ചാൽ. അതെന്താ മുളക് തിരുമി എങ്ങനെ വയ്ക്കുന്നത്? അത് ആ മീനിലേക്ക് ഇത്തിരി മുളക് പിടിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ വേണമല്ലോ, എരിവ് വേണമല്ലോ അല്ലേ? ഇളക്കി ശരിക്ക് ഇളക്കണോ? അപ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കുക. ഇച്ചിരി വെള്ളം കൂടി അങ്ങ് ആഡ് ചെയ്യുക. ഇതിനകത്ത് കിടന്നങ്ങ് മീൻ അങ്ങോട്ട് തിളയ്ക്കണം. എത്ര നേരം പിടിക്കും?
ഒരു 3-4 മിനിറ്റ് മതി. 3 മിനിറ്റ് മതി. മതി, മീൻ പെട്ടെന്ന് അപ്പം എന്തായാലും 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ മീൻ ശരിക്കും വെന്ത് കിട്ടും. ജസ്റ്റ് ഒരു 3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏകദേശം ഏകദേശമായി ആയില്ലേ? അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തത് ഒരു ബീഫിൻ്റെ ഐറ്റം, ഇടിയിറച്ചി. എന്തായാലും ഇത് ഞങ്ങൾ പാത്രത്തോട് മാറ്റാൻ ആ സമയത്ത് തന്നെ നമ്മൾ മേളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓഫ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് റെഡി അല്ലേ? അപ്പം ഇനി അടുത്ത് നമ്മൾ ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചി എന്തായാലും പ്രിപ്പയർ ചെയ്യാം. ഇതൊന്ന് മാറ്റി വെച്ച് നോക്കാം.